2025 സെപ്റ്റംബർ 20 രാത്രി ആസാമിലെ ജോററ്റിൽ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയ ഒരു ജനാവലി തങ്ങളുടെ മൊബൈൽ ഫോണിൽ വെളിച്ചം ഉയർത്തിക്കാട്ടി ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അവർക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ശവസംസ്കാരം ആസാമിലെ ജോററ്റിൽ തന്നെ നടത്തണമെന്നുള്ളതായിരുന്നു. മരണപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾ അത് തലസ്ഥാനമായ ഗോഹട്ടിയിൽ വെച്ച് നടത്തുവാൻ പോകുന്നുവെന്നറിഞ്ഞായിരുന്നു അവർ തടിച്ചുകൂടിയത്. സംഘർഷം മൂർച്ഛിച്ചതോടുകൂടി ആസാം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ഇടപെടേണ്ടി വന്നു. ഒടുവിൽ എവിടെ അടക്കിയാലും രണ്ടിടത്തും സ്മൃതിബന്ധം പണിയാമെന്ന് അദ്ദേഹം അവർക്ക് വാക്കുകൊടുത്തു. ആസാമിലെ വഴിയോരങ്ങളിൽ തിങ്ങിക്കൂടിയ ദുഃഖാർത്തരായ ആ ജനതയ്ക്ക് നഷ്ടപ്പെട്ടത് ആസാമിന്റെ ഗായകൻ സുബിൻ ഗാർഗിനെയായിരുന്നു. സുബിൻ ഗാർഗ് അവർക്ക് ഒരു ഗായകൻ മാത്രമായിരുന്നില്ല, ആ പാട്ടുകാരൻ ആസാമിന്റെ എല്ലാമായിരുന്നു. അവൻ ദുഃഖിതരുടെ മുന്നിൽ അവതരിച്ച സ്നേഹത്തിന്റെ ഈണമായിരുന്നു. സംഗീതത്തിന്റെ ഭാഷയുടെ അപ്പുറം സ്വാന്തനത്തിന്റെ ഈണമായിരുന്നു ആ പാട്ടുകാരൻ. അവർക്ക് എല്ലാ ദുഃഖത്തിലും ആശ്വാസമായി കണ്ണീരൊപ്പുമെന്ന വിശ്വാസവും പേറി അവൻ ഗാനാക്ഷരങ്ങളുമായി ഒരു പൂമ്പാറ്റയെ പോലെ ആസാമിലുടനീളം പാറി നടന്നു. അതുകൊണ്ട് തന്നെ മരണശേഷവും അവൻ അവരുടെ ശ്വാസനിശ്വാസങ്ങളിൽ അലിയുകയായിരുന്നു. ആസാമിൽ വഴിയോരങ്ങളിൽ തിങ്ങിക്കൂടിയ ആ സാധാരണ ജനങ്ങൾ അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. ഒരു ഗായകന് എങ്ങനെ ഇത്രത്തോളം ജനമനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നിടത്താണ് സുബിൻ ഗാർഗ് ആസാമിന്റെ മകൻ തന്നെയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നത്. ആസാമിലെ വഴിയോരങ്ങളിൽ തിങ്ങിക്കൂടിയ ആ സാധുജനങ്ങൾ അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. അവർ അവനെ ആസാമിന്റെ രക്ഷകനായി പോലും കണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവൻ പുതിയ ഒരു ആസാമിന്റെ പണിപ്പുരയിലായിരുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. അവൻ വിട്ടുപിരിഞ്ഞപ്പോൾ ആസാമിലെ കുട്ടികളുടെ മുഖത്ത് പോലും നിഴലിച്ചത് ഒരുതരം അരക്ഷിതാബോധമായിരുന്നു. അവർ മുതിർന്നവരോടൊപ്പം ചേർന്ന് 3 ദിവസം തെരുവിൽ ഉറക്കമൊളിച്ചു കഴിച്ചുകൂട്ടി. കടകമ്പോളങ്ങൾ താനെ അടഞ്ഞു കിടന്നു. സിംഗപ്പൂരിൽ നിന്നെത്തിയ ആ മരണവാർത്ത ഇനിയും സത്യമാകരുതേ എന്ന് അവർ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. പിന്നിലേക്ക് പോയാൽ 90കളിൽ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ആസാമിന്റെ ആവശ്യവും പേറി. അതിനുവേണ്ടി അവരുടെ ഇന്ത്യൻ ആർമിയുമായുള്ള സംഘർഷങ്ങളും ചുറ്റിനും നടക്കുന്ന കൊല്ലും കൊലയുമെല്ലാം ആസാമിലെ യുവാക്കളിൽ ഒരു നിരാശാബോധം വളർത്തി നീക്കുന്ന സമയത്താണ് 1992 സുബിൻ ഗാർഗിന്റെ ആദ്യ ആൽബം അനാമിക പുറത്തിറങ്ങിയത്. നിരാശയുടെ ലോകത്തുനിന്ന് സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും ദീപനാളമായി അത് ആസാം യുവാക്കളിൽ പടർന്നു. ഈ ആൽബം ആസാമിലെ യുവതയെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഇതായിരുന്നു ആസാമിലെ ആദ്യത്തെ റോക്ക് ആൽബം. തുടർ വർഷങ്ങളിൽ ഇറങ്ങിയ പല ആൽബങ്ങളിലൂടെ ആസാമിലെ യുവാക്കളിൽ ഒരു നിറപ്രതീക്ഷയായി സുബിൻ ഗാർഗ് വളരുകയായിരുന്നു. ആസാം താഴ്വരകളിൽ സുബിൻ ഗാർഗിന്റെ പാട്ടുകൾ ഒഴിവാക്കാത്ത ഈണമായി ജനങ്ങൾ ഏറ്റെടുത്തു. ഏവരിലും ഒരു പ്രതീക്ഷയുടെ പ്രതീകമായി സുബിൻ ഗാർഗ് മാറി. ആസാം സംസ്കാരത്തിലൂന്നിയ സുബിന്റെ ഗാനങ്ങൾ ആസാം ജനതയുടെ മനസ്സിലേക്ക് ആഴത്തിലൂന്നിയ ഒരു കാലമായിരുന്നു അത് ആസാം ജനതയിൽ വേറിട്ട ഒരു അഭിമാനബോധം വളർത്തുവാൻ സഹായകമായി. അവർ വെറുപ്പിന്റെയും സംഘർഷത്തിന്റെയും രാഷ്ട്രീയ വഴികളിൽ നിന്ന് പതുക്കെ പിന്നോട്ട് പോവാൻ തുടങ്ങി. ബിഹു ഫെസ്റ്റിവലിൽ സുബിന്റെ ഗാനങ്ങൾ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി മാറി. 2006 ബോളിവുഡിൽ ഗാങ്സ്റ്റർ എന്ന സിനിമയിൽ യാ അലി എന്ന ഗാനം സൗത്ത് ഏഷ്യയിലെ വൻ ഹിറ്റായി മാറിക്കഴിഞ്ഞതിന് പിന്നാലെ ധാരാളം സിനിമാ അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് സുബിൻ ഗാർഗ് ആസാമിന്റെ മണ്ണിലേക്ക് മടങ്ങിയെത്തി. ബോളിവുഡിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴുള്ള ആ മടക്കം അദ്ദേഹത്തെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. ഏറെ സന്തോഷത്തോടെ വീണ്ടും നാട്ടിലെത്തി വിപ്ലവകരമായ പാട്ടുകളിലും പ്രവർത്തനങ്ങളിലും മുഴുകി. തെരുവിലലഞ്ഞ കുട്ടികളെ എടുത്തു വളർത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് കിടക്കുവാൻ കുടിലുകൾ കെട്ടി വിരോധികൾക്കെതിരെ പാടാനും ആരോരുമില്ലാത്തവർക്ക് വേണ്ടി തെരുവിലിറങ്ങാനും പറയാനും അധികാരികളോട് പൊരുതാനും സുബിൻ ഗാർഗ് സമയം കണ്ടെത്തി. ഒരു വേള ജാതിയും മതവുമില്ലെന്ന് വിളിച്ചു പറയുവാനും തന്റെ ബ്രാഹ്മണ്യത്തെ പോലും തള്ളിപ്പറയുവാനും സുബിൻ തയ്യാറായി. അവൻ വെറുതെ ജീവിക്കുകയായിരുന്നില്ല, ഒരു കൊടുങ്കാറ്റ് പോലെ അധികാരവർഗത്തിലേക്ക് ഇരമ്പി കയറുകയായിരുന്നു. അതുവഴി അവൻ സാധാരണക്കാരന്റെ സ്വപ്നങ്ങളിൽ ആഴത്തിൽ ചേക്കേറുകയും ചെയ്തു. വിവിധ ഭാഷകളിലായി 40,000-ഓളം പാട്ടുകൾ പാടിയ സുബിൻ ഗാർഗ് അനേകം പേർക്ക് PhD ഉൾപ്പെടെ വിദ്യാഭ്യാസവും ജീവിതവും കെട്ടിപ്പടുക്കുവാൻ സഹായിച്ചിട്ടുണ്ട്. പാടിക്കിട്ടിയ പൈസ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ അദ്ദേഹം എന്നും ദത്തശ്രദ്ധനായിരുന്നു. ഈ ഗായനു വേണ്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് പേർ നിർത്താതെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവർക്കറിയാം ഇനിയൊരു സുബിൻ ദാ അവരുടെ ആസാം മണ്ണിലേക്ക് വരാൻ യുഗങ്ങൾ തന്നെ എടുക്കുമെന്ന്. അതുകൊണ്ട് അവർ ഈ യുഗപുരുഷനെ നെഞ്ചിൽ പേറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഹ്വാനം ചെയ്യുന്നു. പരസ്പരം പ്രതീക്ഷകൾ കൈമാറുന്നു. CAA സമരവേദിയിൽ അദ്ദേഹം ഞാനൊരു ഗായകൻ മാത്രമല്ല, നിങ്ങളുടെ സഹോദരനാണെന്നും ഈ സഹോദരന്റെ പാട്ടുകളായി നിങ്ങൾ ഇത് കാണണമെന്നും എല്ലാവരോടും വിളംബരം ചെയ്തു. എന്നിട്ട് അവർക്ക് വേണ്ടി പാടി. ആ വിളംബരം CAA NRS സമരത്തിന് ആസാമിൽ പുതിയ ഊർജവും ഭാവുകത്വവും നൽകി. അവർ രാഷ്ട്രീയവും ജാതിയും മറന്ന് CAAക്കെതിരെ തെരുവിലിറങ്ങി. കോവിഡ് കാലത്ത് താൻ താമസിക്കുന്ന 2 നില കെട്ടിടം ആശുപത്രിക്കായി വിട്ടു നൽകിയപ്പോൾ കൈപിടിച്ച്
സ്വന്തം സഹധർമ്മിണിയും ഉണ്ടായിരുന്നു. പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ വെറുപ്പ് വിറ്റ് രാഷ്ട്രീയം വളർത്തുന്നത് തടയുവാൻ സുബിൻ എന്ന ഗായകൻ സ്നേഹത്തിന്റെ ഗാനങ്ങൾ ആസാമിലുടനീളം പാടി നടന്നു. അവർക്കിടയിൽ വെറുപ്പില്ലാതാക്കി. അസാമിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം വിതറാൻ ശ്രമിച്ചവർക്ക് സുബിൻ ഗാർഗ് ഒരു വൻമതിലായി രൂപം കൊണ്ടു. ഇവർക്കൊക്കെ സുബിൻ ഗാർഗ് എന്ന ഗായകൻ അസാമിന്റെ മണ്ണിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു താക്കീത് പോലെയായി. ഇതുപോലൊരു ജനകീയ ഗായകൻ ജീവിച്ചിരുന്നതായി പറയുവാൻ കഴിയുകയില്ല. ബോളിവുഡ് ഉപേക്ഷിക്കുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂവിൽ സുബിൻ ഗാർഗ് പറഞ്ഞത്, ബോളിവുഡിന്റെ സമീപനത്തിൽ താൻ ഒട്ടും തൃപ്തനല്ല. അസമിൽ താൻ രാജാവാണ്. ഒരു രാജാവിന് രാജ്യം വിട്ടെങ്ങനെ പോവാനാവും? എന്നായാലും ഈ രാജ്യത്തേക്ക് തിരിച്ചു വരേണ്ടവരല്ലേ? സ്വന്തം കാര്യസാധ്യത്തിനായി കലാകാരന്മാർ സിസ്റ്റത്തിനെതിരായി പ്രതികരിക്കുവാൻ മടി കാണിക്കുമ്പോൾ തനിക്കെന്തു തന്നെ നഷ്ടപ്പെട്ടാലും ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഈ പാട്ടുകാരന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അനി ഹെരേലു എന്ന എഴുത്തുകാരൻ പറഞ്ഞത് ദി അൺറൂൾഡ് റിബൽ കിങ് ഓഫ് റെസ്റ്റ്ലെസ് ഹാർട്ട്സ് എന്നാണ്. അസ്വസ്ഥമായ ഹൃദയങ്ങളുടെ അടങ്ങാത്ത ആവേശമായിരുന്നു സുബിൻ ഗാർഗ്. 2018 കാമക്കായ മന്ദിറിനടുത്ത് ഒരു പരിപാടിക്കിടെ അവിടെ നടക്കുന്ന മൃഗബലിയെക്കുറിച്ച് സുബിൻ ഗാർഗിന്റെ ബോധവൽക്കരണം ഫലം കണ്ടു. അവരിൽ സഹജീവി സ്നേഹം വളർത്താൻ അതേറെ ഗുണം ചെയ്തു. തുടർന്ന് മൃഗസ്നേഹികളുടെ അംഗീകാരവും അദ്ദേഹത്തെ തേടിയെത്തി. ഒരു വീട്ടിൽ വീട്ടുവേലക്ക് നിന്ന കുട്ടിയെ പീഡനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കോടതി വരെ കയറുവാൻ സുബിൻ ഗാർഗ് തയ്യാറായി. ഒടുവിൽ ആ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുത്തു ഈ പാവങ്ങളുടെ പാട്ടുകാരൻ. ബിഹു ഫെസ്റ്റിവലിൽ ഹിന്ദി ഭാഷയിൽ പാടരുതെന്ന ഉൾഫയുടെ വിലക്കിനെ മറികടന്ന് അദ്ദേഹം ഉൾഫയുടെ തോക്കിൻകുഴലിന് മുമ്പിൽ ധൈര്യപൂർവ്വം പാടി തിരിച്ചു ഭീഷണി ഉയർത്തി. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഔദ്യോഗികമായ അനുശോചനം നടത്തുവാൻ തയ്യാറായി ഉൾഫ. പ്രതിരോധമെന്നാൽ തെരുവിൽ നടക്കുന്ന സമരം മാത്രമല്ല എന്ന് സുബിൻ ഗാർഗ് അസം ജനതയെ ബോധ്യപ്പെടുത്തി. പോപ്പുലർ മീഡിയ സുബിൻ ഗാർഗിനെ മനഃപൂർവ്വം ഒഴിവാക്കിയിരിക്കുകയാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ മരണത്തിന് ശേഷം തരംഗമായ സുബിൻ ഗാർഗിനെതിരെ മുഖം തിരിച്ചു നിൽക്കാൻ ഇനി അവർക്കാകുമെന്ന് തോന്നുന്നില്ല. സുബിൻ ഗാർഗിന്റെ മരണത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞ സുബിൻ ഗാർഗിന്റെ മരണത്തിൽ ആരോപിക്കപ്പെട്ട 11 പേരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായി ബക്സ ജില്ലാ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോൾ സുബിൻ ഗാർഗിന്റെ ആരാധകർ വലിയ ആൾക്കൂട്ട പ്രതിഷേധം നടത്തി. വലിയ സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തു. അത് ആരോപിതരായവരെയെല്ലാം തങ്ങൾക്ക് വിട്ടുതരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഒടുവിൽ ജയിലിന് മുമ്പിൽ ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗം വരെയായി. ജില്ലയിലുടനീളം നിരോധനാജ്ഞ പുറപ്പെടുവിക്കുകയും ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. 3 പോലീസ് മീഡിയ വാഹനങ്ങൾ പ്രതിഷേധക്കാർ കത്തിച്ചു. ധാരാളം പേർക്ക് പരിക്ക് പറ്റി. സുബിൻ ഗാർഗിന്റെ മരണത്തിൽ നടക്കുന്ന അന്വേഷണം തൃപ്തികരമല്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞു. സുബിൻ ഗാർഗിന്റെ ജനകീയത പോലീസിന് ശരിക്കും വെളിവാക്കപ്പെടുകയായിരുന്നു. സുബിൻ ഗാർഗിന്റെ മരണം കൃത്യമായി അന്വേഷിക്കുവാൻ അഡ്മിനിസ്ട്രേഷന് സാധിച്ചിട്ടില്ല എന്ന് അവർ ആരോപിച്ചു. ഈ മരണത്തിലൂടെ ആർക്കാണ് ഗുണമുണ്ടായത്? സുബിനെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉത്തരം കിട്ടാത്ത ധാരാളം ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു. സെപ്റ്റംബർ 20 സിംഗപ്പൂരിൽ നടക്കുന്ന നോർത്ത് ഈസ്റ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കണമെന്ന് എല്ലാവരോടും സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോയിലും പോസ്റ്റുകളിലുമായി ആവശ്യപ്പെട്ടു സുബിൻ ദാ. എന്നാൽ അതിന് കൃത്യം ഒരു ദിവസം മുമ്പ് സിംഗപ്പൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ മരണവാർത്ത എത്തിയത് ആർക്കും പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. അതിന്റെ അങ്കലാപ്പും വേദനയും അവരെ എല്ലാം ശരിക്കും അലട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ ദുരൂഹതയുണ്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ആരാണ് സുബിൻ ദായുടെ മരണത്തിന് ഉത്തരവാദി? സുബിൻ ദായുടെ മരണത്തിന് ശേഷം വന്ന പലതരത്തിലുള്ള വാർത്തകൾ അവരെ പരിഭ്രാന്തരാക്കി. ആദ്യം വന്നത് സുബിൻ ദാ മുങ്ങിമരിച്ചുവെന്നായിരുന്നു. പിന്നീട് പറഞ്ഞു സ്കൂബ ഡൈവിങ്ങിനിടെ ശ്വാസ തടസ്സമുണ്ടായിരുന്നു, അങ്ങനെ മരണപ്പെട്ടുവെന്ന്. പിന്നീട് പറഞ്ഞു മരണം ഷീസർ മൂലമാണെന്ന്. ഇങ്ങനെയുള്ള പലവിധ വാർത്തകൾ സുബിൻ ദായുടെ ആരാധകരെ തികച്ചും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി. പിന്നീട് ആരാധകരെ എന്തോ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം അൺഐഡന്റിഫൈഡ് വീഡിയോകൾ വന്നത് അവരെ തെറ്റിദ്ധരിപ്പിക്കുവാനേ സഹായിച്ചുള്ളൂ. മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് പബ്ലിക് ലിറ്റിഗേഷൻ പെറ്റീഷനുകൾ വന്നു. 60 FIR രജിസ്റ്റർ ചെയ്തു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിശദമായ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദിക്ക് കത്തെഴുതി. ഓർഗനൈസേഷന്റെ വീഴ്ചകളെ കുറിച്ചുള്ള പരാതികളായിരുന്നു അവർക്കൊക്കെ പറയാനുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും അറിയേണ്ടത് യഥാർത്ഥത്തിൽ സുബിൻ ദായ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് തന്നെയായിരുന്നു. സുബിന്റെ കുടുംബാംഗങ്ങളുടെ ആവശ്യം സിംഗപ്പൂരിൽ ഫെസ്റ്റിവൽ ഓർഗനൈസേഷനെയും ടീം അംഗങ്ങളെയും വിശദമായി ചോദ്യം ചെയ്ത് സുബിന്റെ അവസാന നിമിഷങ്ങളിലെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നായിരുന്നു. സുബിൻ ഗാർഗിന്റെ പുറത്തു വന്ന വീഡിയോകളിൽ പ്രിക്കോഷൻ എടുക്കാതെയുള്ള നീന്തലാണ് കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. അന്വേഷണം നടത്തണമെന്നും വ്യക്തത വരുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. 9 അംഗ CID സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് അംഗമായിട്ടുള്ള ഏകാംഗ കമ്മീഷനെയും ആസാം സർക്കാർ പ്രഖ്യാപിച്ചു. ആസാം പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനോട് ഈ വിഷയത്തിൽ CBI അന്വേഷണം തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സുബിൻ ദാ ഒരു ഗായകൻ മാത്രമല്ല, ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം രാഷ്ട്രീയക്കാർക്ക് സുബിൻ ദായോട് ശത്രുതയുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും CBI അന്വേഷണം അനിവാര്യമാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മതിയായ പ്രിക്കോഷൻ ഇല്ലാതെയാണ്
സ്വിമ്മിങ്ങിന് സുബിന്ദയെ ഇറക്കിയെന്ന് മാനേജർക്കെതിരെ ഒരു ആരോപണവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആസാം ഗണപരിഷത്ത് നേതാവ് നരേന്ദ്രമോദി കത്തെഴുതി പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഇടപെടലിൽ ഒരു നിഷ്പക്ഷ അന്വേഷണമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആസാം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ തുടക്കം മുതൽ എല്ലാ കാര്യത്തിലും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ശവസംസ്കാര ചടങ്ങുകളിലും സ്മൃതി കുടീരത്തിനായി ഭൂമി മാറ്റിവെക്കുന്ന കാര്യത്തിലും അദ്ദേഹം മുൻപന്തിയിൽ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം സുബിന്ദയുടെ ചിതാഭസ്മം വെച്ച് രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ മൻ കി ബാത്തിലൂടെ സുബിന്ദയെ ആസാമിന്റെ കൊഹിനൂറായി വിശേഷിപ്പിച്ചു. തുടർന്ന് അദാനിയും മകനും സുബിൻ ഗാർഗിന്റെ പത്നിയെ സന്ദർശിക്കുകയും സുബിൻ ഗാർഗിന്റെ ശവകുടീരത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. ആസാമിലേക്ക് ധാരാളം കോടികൾ വിവിധ കാര്യങ്ങൾക്കായി ഇൻവെസ്റ്റ് ചെയ്യുവാനാണ് അദാനി ഗ്രൂപ്പിന്റെ പദ്ധതി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സുബിന്ദയുടെ ശവകുടീരത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹം സുബിന്ദയുടെ പത്നിയെ സന്ദർശിച്ച ശേഷം നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 2 ബാൻഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ടെന്നും സിംഗപ്പൂർ പോലീസും ആസാം പോലീസും പരസ്പരം അന്വേഷണ കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും ഗവൺമെന്റ് അറിയിക്കുന്നു. തുടക്കം മുതലേ അന്വേഷണത്തിൽ ഇല്ലാതിരുന്ന ഒരു സുതാര്യതയാണ് സുബിൻ ഗാർഗിന്റെ ആരാധകരെ കൂടുതൽ വിഷമത്തിലാക്കിയത്. ആസാമിലെ ഒരു ഗായകൻ എന്നതിലുപരി അസമിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പുവാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു കലാകാരനും മനുഷ്യ സ്നേഹിയുമെന്ന നിലയിൽ അവരുടെ മനസ്സിൽ സുബിന്ദ എന്നും പ്രചോദനത്തിന്റെ ഈണമായി നിലനിൽക്കും.